കടത്ത് കേസിൽ നിർണായക നീക്കവുമായി NIA. KT ജലീലിനെ NIA ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യൽ ഉടനുണ്ടാകുമെന്ന് NIA വൃത്തങ്ങൾ ന്യൂസ് 18നോട് വ്യക്തമാക്കി. വിവരങ്ങളുമായി ന്യൂസ് 18 പ്രതിനിധി അരുണിമ തയ്യാറാക്കിയ റിപ്പോർട്ട്. NIA officials have confirmed to me that KT Jaleel will be examined. The reason they're giving is that there are some linkages with main accused Swapna Suresh which has come to light. And after those linkages, those preliminary proof has come to the fore, they want to examine KT Jaleel. What ostensibly we know is that phone records of Swapna Suresh showed conversation with KT Jaleel. Why was that conversation made? The minister says that it was with regards to some distribution of food packets. Again, that is in violation of the laid down protocol and laid down principle. There are some allegations of customs seizing packets which cannot be explained by KT Jaleel ostensibly as to why these packets were being directed to him. Apparently, he claims those were religious texts, but NIA is not convinced. And therefore, they want to examine him on all those points. Swapna Suresh is in custody. She stands accused of smuggling in gold. If a minister is in touch with her, if packets are coming in the name of the minister via the same route, NIA wants to find out if there is more to this than the religious text and the Ramadan food packet claim that is being made. Not reveal the date to us, Srilal, but the indication is that it will happen very soon, perhaps as early as later this week or early next week. ഇൻപുട്ട് എഡിറ്റർ ടീച്ചർ ശ്രീലാൽ, കൊച്ചിയിൽ നിന്ന് N. ശ്രീനാഥ്, തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ എന്നിവർ ചേരുന്നു. ശ്രീലാൽ, നിർണായകമായ നീക്കം NIAയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. കാരണം മന്ത്രിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുമുണ്ട്. എന്താണ് NIAയുടെ നീക്കം? എന്തൊക്കെയാണ് KT ജലീലിൽ നിന്ന് NIAയ്ക്ക് അറിയാനുള്ളത്? കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തതുപോലുള്ള കാര്യം ആയിരിക്കില്ല NIA ഭാഗത്തു നിന്നും ചോദിക്കാൻ പോകുന്നത്. ED ചോദിച്ചത് പ്രധാനമായും വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള ആരോപണം സംബന്ധിച്ചുള്ള വിശദാംശങ്ങളായിരുന്നു. എന്നാൽ NIAയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ തീർച്ചയായും വിദേശത്ത് നിന്ന് സഹായം സ്വീകരിച്ചത് സ്വർണ്ണക്കടത്ത്, NIA അന്വേഷിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസ്, അതോടൊപ്പം തന്നെ ഇത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് പറഞ്ഞ് ഉള്ള NIAയുടെ കാര്യങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യലാകും ഉണ്ടാകുക. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയായി ഈ കേസിൻ്റെ ഭാഗമായി വരാൻ പോകുന്നതും. ജലീലിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് എങ്ങനെ വിശദീകരണം നൽകും എന്നുള്ളത് വളരെ രാഷ്ട്രീയപരമായി തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവമാകാനും പോവുകയാണ്. എത്ര പെട്ടെന്നാകും ഈ ചോദ്യം ചെയ്യലുണ്ടാകുക എന്നുള്ള ചോദ്യത്തിന് നേരത്തെ അരുണിമ പറഞ്ഞതുപോലെ ഈ ആഴ്ച അവസാനമോ ഈ ആഴ്ച തന്നെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യമോ തന്നെ ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ്. ജലീൽ EDക്ക് നൽകിയ വിവരങ്ങളുടെ അതുകൂടി അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യം ചെയ്യൽ തന്നെ NIA നടത്തുക. കേന്ദ്ര ഏജൻസികളാണ് ED ആയാലും NIA ആയാലും കസ്റ്റംസ് ആയാലും എല്ലാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏജൻസിക്ക് നൽകുന്ന വിവരങ്ങൾ അത് മറ്റേ ഏജൻസി കൈമാറാറുണ്ട്. അതുകൂടി അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യം ചെയ്യലാകും ഉണ്ടാകുക. അതിൻ്റെ എത്ര നീളും, അത് എത്ര ദിവസം നീളും എന്നുള്ള തുടങ്ങിയത് ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം. പക്ഷേ ഇത് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ കോളിളക്കം, അത് സംബന്ധിച്ച് നമുക്ക് അരുണിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീനാഥ്, എന്താണ് അവിടെ നിന്നുള്ള വിവരം? NIA എത്ര പെട്ടെന്ന് ചോദ്യം ചെയ്യുമെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ നേരത്തെ അരുണിമ തന്നെ സൂചിപ്പിച്ചു. അത് അത്ര എളുപ്പം അവർ വിട്ടുപറയില്ല, അതിനൊരു രഹസ്യ സ്വഭാവം തന്നെ ഉണ്ടാകും. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ എന്തൊക്കെ, നേരത്തെ എന്നോട് ചോദിച്ച അതേ ചോദ്യം, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകും NIA ജലീലിൽ നിന്ന് ചോദിച്ചറിയുക? ശ്രീലാൽ, ഇക്കാര്യത്തിൽ എന്നത്തേക്ക് ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം NIA ഇപ്പോഴും വ്യക്തമാക്കുന്നില്ല. അവരുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് തന്നെ അക്കാര്യങ്ങൾ അവർ സാധാരണഗതിയിൽ വ്യക്തമാക്കാറില്ല. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആഴ്ച അവസാനമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യമോ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് NIA ചോദിച്ചറിയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം 5 ലക്ഷം രൂപയുടെ ഭക്ഷണ കിറ്റുകൾ, റമദാൻ കിറ്റുകൾ കേരളത്തിലേക്ക് എത്തിയത് സംബന്ധിച്ചാണ്. അത് പൊന്നാനിയിലാണ്, മന്ത്രിയുടെ മണ്ഡലത്തിലാണ് വിതരണം ചെയ്തത്. മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇത് വിതരണം ചെയ്തത്. മന്ത്രിയുടെ മണ്ഡലത്തിൽ ഇത് വിതരണം ചെയ്യാനായി എത്തിയത് ഇത് കേന്ദ്ര നിയമങ്ങളുടെ, ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയിലെ ഒരു അംഗം ഏതെങ്കിലും സഹായം വിദേശത്തു നിന്ന് കൈപ്പറ്റുമ്പോൾ അത് കേന്ദ്ര അനുമതി, അക്കാര്യത്തിൽ മുൻകൂർ അനുമതി ആവശ്യമാണ്. ഇത്തരത്തിൽ മുൻകൂർ അനുമതി വാങ്ങാതെയാണ് 5 ലക്ഷം രൂപയുടെ റമദാൻ കിറ്റുകൾ മന്ത്രി കൈപ്പറ്റിയതും അത് വിതരണം ചെയ്യുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യം കേന്ദ്ര ഏജൻസികൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് അന്വേഷിക്കുന്നത്, അത് കൈകാര്യം ചെയ്യുന്നത്. കാരണം ഇത് ചട്ടലംഘനം മാത്രമല്ല, ഇക്കാര്യത്തിൽ ചില ദുരൂഹതകളും ഉണ്ട് എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ കൃത്യവിലോപമായി തന്നെ അത് കേന്ദ്ര ഏജൻസികളും അതേപോലെ കേന്ദ്ര സർക്കാരും കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. സ്വർണ്ണക്കടത്തിലെ പ്രതിയുമായി നിരന്തരമായി KT ജലീൽ പല പ്രാവശ്യം സംസാരിച്ചിരുന്നു
മറച്ചിരുന്നു എന്നുള്ള തെളിവുകൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുറ്റവാളിയുമായി സംസ്ഥാനത്തെ ഒരു മന്ത്രി സംസാരിക്കാൻ ഇടവന്നത്? അതിന് KT ജലീലിന് അതിൻ്റെതായ ന്യായമുണ്ട്. അത് റമദാൻ കിറ്റുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അതിൽ കൂടുതൽ ഏതെങ്കിലും രീതിയിൽ ഇവർ തമ്മിൽ ഈ സംസാരമുണ്ടായിട്ടുണ്ടോ, ആശയവിനിമയം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ VV അരുണും തിരുവനന്തപുരത്തുണ്ട്. അരുൺ, EDയുടെ ചോദ്യം ചെയ്യലുണ്ടാക്കിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അറിയാം. ഇപ്പോൾ കുറച്ചുകൂടി ഗൗരവമായി കാര്യങ്ങളിലേക്ക് പോവുകയാണ്. NIAക്ക് അറിയേണ്ടത് പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം ഈ ഫോൺ വിളികളുടെ വിവരങ്ങൾ. അത്തരത്തിൽ സമഗ്രമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ KT ജലീൽ എത്രത്തോളം പ്രതിരോധത്തിലാകുന്നുണ്ട്? ഇനി എത്ര നാൾ മുഖ്യമന്ത്രിക്ക് മന്ത്രിയെ സംരക്ഷിച്ച് നിർത്താനാകും? രഞ്ജിത്ത്, ശ്രീലാൽ സൂചിപ്പിച്ച പോലെ EDയുടെ ചോദ്യം ചെയ്യൽ പോലെ അല്ല രാഷ്ട്രീയ ആഘാതങ്ങളും ഈ വിഷയത്തിലുണ്ടാകുക. കാരണം ED ചോദ്യം ചെയ്തത് ജലീലിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാകാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് EDക്ക് ലഭിച്ച പരാതികളെക്കുറിച്ചാകാം. പക്ഷേ NIA അന്വേഷിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട, അല്ലെങ്കിൽ NIA തന്നെ അത്തരത്തിൽ FIR ഇട്ടൊരു കേസിൽ ഒരു മന്ത്രിയുടെ പങ്കാണ്. സ്വാഭാവികമായും KT ജലീലിന് പങ്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണത്തിലാണ് വ്യക്തത വരേണ്ടത്. പക്ഷേ KT ജലീൽ സംശയത്തിലാകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ NIA ചോദ്യം ചെയ്യാൻ പോകുന്നത് അത്തരമൊരു കേസിലാണ്. അത് സർക്കാരിന് അത്ര എളുപ്പം ഒഴിഞ്ഞു മാറാവുന്ന ഒരു കാര്യമായി മാറില്ല. പ്രത്യേകിച്ചും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തപ്പോൾ തന്നെ ജലീലിൻ്റെ രാജി ആവശ്യപ്പെട്ട പ്രക്ഷോഭങ്ങൾ സംസ്ഥാനത്ത് ശക്തമാണ്. ഞാനിപ്പോൾ ഉള്ള തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇന്നും വലിയ സമരങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നു. ഈ സമരങ്ങൾ ഒന്നുകൂടി ശക്തമാകുമെന്ന് ഉറപ്പാണ്. സർക്കാരാകട്ടെ, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ജലീലിനെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന് ലഭിച്ച പരാതികളുടെ നിജസ്ഥിതി അറിയാനെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ മുഖ്യമന്ത്രിയും കഴിയില്ല. സംസ്ഥാനത്തെ ഒരു മന്ത്രി ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ ഇത്തരത്തിൽ NIAയുടെ, ദേശീയ സുരക്ഷാ ഏജൻസിയുടെ ചോദ്യം ചെയ്യലിന്, ഒരു രാജ്യദ്രോഹ കുറ്റം ആരോപിക്കുന്ന കേസിൽ ചോദ്യം ചെയ്യൽ വിധേയമാകുമ്പോൾ സർക്കാർ വലിയ പ്രതിരോധത്തിലായി മാറും. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ എത്രനാൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കും? കഴിഞ്ഞ 2 ദിവസങ്ങളിലും മുഖ്യമന്ത്രി ആവർത്തിച്ച് ചോദിച്ചത് എന്ത് തെറ്റാണ്, എന്ത് ആരോപണമാണ് KT ജലീലിനെതിരെ ഉള്ളത് എന്നാണ്. ഇപ്പോൾ NIA ചോദ്യം ചെയ്യുമെന്ന് വരുമ്പോൾ അത് കൃത്യമായ ഒരു ആരോപണമുണ്ട്. അത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ്. അത് പ്രോട്ടോകോൾ ലംഘനം മാത്രമാണ്. പ്രോട്ടോകോൾ ലംഘനം സ്വാഭാവികമായും NIA അന്വേഷിക്കേണ്ട ഒരു കുറ്റകൃത്യമല്ല. അതിന് ചട്ടലംഘനം കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ ഒതുങ്ങേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അത് മാത്രമല്ല, അരുൺ, ഈ ED ചോദ്യം ചെയ്തപ്പോൾ മുന്നോട്ട് വെച്ച അതേ ന്യായീകരണം തന്നെ ഇവിടെയും ഇല്ലേ? അതായത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, ചില ചോദ്യങ്ങൾ ചോദിച്ചറിയാൻ, ചില വിവരങ്ങൾ ചോദിക്കാൻ വിളിപ്പിച്ചു, അതുകൊണ്ട് എന്തിന് രാജിവെക്കണം എന്ന ചോദ്യം ഇനിയും ഉണ്ടാകാൻ സാധ്യതയില്ലേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും, പാർട്ടിയുടെ ഭാഗത്തു നിന്നും? സ്വാഭാവികമായും അത്തരം പ്രതിരോധങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ പ്രതിരോധങ്ങൾക്ക് നേരത്തെ അത്ര ബലം ഉണ്ടാകില്ല എന്ന് വേണം പറയാൻ. അതിന് പ്രധാന കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ലഭിച്ച ഊമക്കത്തുകളുടെയോ അല്ലെങ്കിൽ അത്തരം പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നടപടിയല്ല. കാരണം NIA കേസ് മാസങ്ങളായി അന്വേഷിച്ചു വരുന്നു. അതിൽ ഓരോരുത്തരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റു അന്വേഷണങ്ങളിലേക്ക് NIA പോകുന്നത്. സംസ്ഥാനത്തെ ഒരു മന്ത്രി ഇത്തരത്തിൽ NIAയുടെ സംശയദൃഷ്ടിയിലെങ്കിലും, അല്ലെങ്കിൽ അവർ ഇതിൽ കുറ്റാരോപിതരുടെ സ്ഥാനത്തെ കാണുന്ന ഒരാളായി എങ്കിലും സംസ്ഥാനത്ത് പ്രധാനമന്ത്രി മാറുമ്പോൾ അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രിക്ക് ഇതുവരെ ന്യായീകരിച്ചതുപോലെ അത്ര എളുപ്പം ജലീലിനെ ന്യായീകരിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. ഇപ്പോൾ തന്നെ ജലീലിൻ്റെ ഈ കാര്യത്തിലെ ഇടപെടലുകൾ, അദ്ദേഹം തെറ്റു ചെയ്തുവെന്ന് മുന്നണിയിൽ ആരും വിശ്വസിക്കുന്നില്ല, CPMൽ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ജലീൽ EDയുടെ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ പോയ രീതി, അതിലൊക്കെ ചില മുറുമുറുപ്പുകൾ മുന്നണിക്കുള്ളിൽ ഉയർന്നു വരുന്നുണ്ട്. CPMനുള്ളിലും അത്തരം സംശയങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായ മറുപടി വേണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അടുത്ത ആഴ്ച CPMൻ്റെ പ്രധാന നേതൃയോഗങ്ങൾ ചേരുന്നു, തൊട്ടു പിന്നാലെ CPI നേതൃയോഗങ്ങൾ ചേരുന്നു, ഇടതുമുന്നണി യോഗം ചേരാനിരിക്കുന്നു. അപ്പോഴൊക്കെയും ഇത്തരമൊരു വിഷയം വരുന്നത് തീർച്ചയായും സർക്കാരിന്റെ പ്രതിരോധത്തിലാക്കും. ശ്രീനാഥ് കൊച്ചിയിൽ തുടരുന്നുണ്ട്. ശ്രീനാഥ്, ED ചോദിച്ചറിഞ്ഞ വിവരങ്ങൾ, അത്ര ഈ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സ്വത്ത് വിവരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതിൽ കൃത്യമായി ജലീൽ മറുപടി നൽകുകയും അത് EDക്ക് ഏതാണ്ട് വ്യക്തമാകുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ NIAയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്കറിയാനുള്ള വിവരങ്ങൾ കുറച്ചുകൂടി ഗൗരവതരമാണല്ലോ. ഈ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ നൽകേണ്ടി വരും. സ്വർണ്ണക്കടത്തിലെ പങ്കാളിത്തം എങ്ങനെയുണ്ടായി, അതുപോലെ തന്നെ സ്വപ്ന സുരേഷുമായുള്ള ബന്ധം, ഫോൺ കോളുകൾ എങ്ങനെ, നിരന്തരമായ സംസാരം, മെസ്സേജുകൾ, ഏതാണ്ട് 2000 GB TB-യോളം ഡേറ്റകൾ, ഡിജിറ്റൽ റെക്കോർഡുകൾ, തെളിവുകൾ അവരുടെ പക്കലുണ്ട് എന്നാണ് പറയുന്നത്. സംസ്ഥാനത്തെ മറ്റൊരു മന്ത്രി കൂടി ആരോപണത്തിന്റെ നിഴലിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അതൊക്കെ എത്രത്തോളം ഗൗരവതരമാക്കുന്നു ഈ സംഭവത്തെ? NIAക്ക് ജലീലിൽ നിന്ന് ചോദിച്ചറിയാനുള്ള പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? NIAയുടെ അന്വേഷണ വഴികൾ ഏത് രീതിയിലാണ്?
രഞ്ജിത്തും ശ്രീലാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് പണം എത്തിയത് സംബന്ധിച്ചും അത് കൈകാര്യം ചെയ്തത് സംബന്ധിച്ചുമുള്ള കേസ്, അതായത് ഫെമ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കേസ് മാത്രമേ യഥാർത്ഥത്തിൽ ഇഡിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയൂ. അവരുടെ വളരെ ചുരുങ്ങിയ ഒരു ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ് അവരുടെ കേസന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജലീലിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ക്രമക്കേടുകളൊന്നും തന്നെ അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ അവർ അക്കാര്യത്തിൽ അന്വേഷണത്തിൽ അവർക്ക് തൃപ്തികരമായ മറുപടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇഡിയുടെ നിലപാട്. പക്ഷേ എൻഐയുടെ കാര്യത്തിൽ അവർ വലിയൊരു ഫ്രെയിംവർക്കിലാണ് ഈ കേസിനെ കാണുന്നത്. മാത്രമല്ല, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി എഫ്ഐആർ ഇട്ടിരിക്കുന്ന ഒരു കേസാണിത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അതിൻ്റെതായ ഗൗരവത്തോടു കൂടിയാണ് എൻഐഎ ഈ കേസിനെ കാണുന്നത്. ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രതി അവർ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുമായി സംസാരിക്കുന്നു. അത് എന്തിനാണെങ്കിൽ പോലും ആ സംസാരിക്കുന്നത് കുറ്റകരമാണ് എന്നുള്ള നിഗമനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, അക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യതയും അതിനുള്ള അധികാരവും അതിനുള്ള ചുമതലയും എൻഐഎക്കുണ്ട്. അത് എൻഐഎ കൃത്യമായി ചെയ്യുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇത്തരത്തിൽ ഒരു നിയമനിർമ്മാണ സഭയിലെ അംഗം ഒരു സഹായം വിദേശത്തുനിന്ന് കൈപ്പറ്റി എന്നുള്ളത് ഗുരുതരമായ ചട്ടലംഘനമായി തന്നെയാണ് എൻഐഎ കണക്കാക്കുന്നത്. അതേപോലെ പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതിയില്ലാതെ ഖുറാൻ ഇവിടെ എത്തിയതും വിതരണം ചെയ്തതും വലിയ ചട്ടലംഘനമായി തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ കരുതുന്നത്. ഇതിന് പിന്നിലുള്ള പ്രേരക ശക്തി എന്താണ്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും ശക്തികളുമായുള്ള ഒരു ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേശവിരുദ്ധ ശക്തികളുമായി ഇതിന് എന്തെങ്കിലും ഇടപാടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായും ദേശീയ അന്വേഷണ ഏജൻസിക്ക് പരിശോധിക്കേണ്ടി വരും. അതിൻ്റെ പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നത് എൻഐഎയിൽ തന്നെയായിരിക്കും. ആ അന്വേഷണത്തിലുള്ള തയ്യാറെടുപ്പിലാണ് എൻഐഎ. അതുകൊണ്ട് എൻഐയുടെ അന്വേഷണം അത്ര ലഘൂകരിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. എൻഐഎക്ക് ചോദ്യം ചെയ്യാനും വിവരം അറിയാനും വിശാലമായ അർത്ഥത്തിൽ അധികാരമുണ്ട്. അവർക്ക് ഏത് തരത്തിലും വിവരങ്ങൾ ശേഖരിക്കാം. ഇഡി ഒക്കെ ചോദ്യം ചെയ്യലിനേക്കാൾ എത്രയോ ഗൗരവതരമായ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല രഞ്ജിത്ത്, ഇവിടെ ഉള്ളത് എൻഐഎക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു പരാതി കിട്ടിയാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയ ശേഷം അവർക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം. പക്ഷേ ഒരു സംസ്ഥാന മന്ത്രിയെ ഇതുപോലൊരു കേസിൽ, അതായത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അന്വേഷിക്കുന്ന ഒരു കേസിൽ ഒരു സംസ്ഥാന മന്ത്രിയെ അങ്ങനെ ഹീർസയുടെ, അതായത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലോ ഒന്നും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എൻഐഎയുടെ ഇപ്പോഴത്തെ നീക്കം, അതായത് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ തീരുമാനിച്ച നീക്കം, തീർച്ചയായും അവർക്ക് ചോദ്യം ചെയ്യലിനെ ന്യായീകരിക്കുന്നതിനുള്ള ചില എന്തെങ്കിലും രേഖകൾ അവരുടെ പക്കൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് വെച്ച് തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിനകത്ത് അവർക്ക്, അതായത് അവരുടെ ബോധ്യം. ഇപ്പൊ കെ.ടി. ജലീൽ ഇതിൽ പങ്കാളിയാണ് എന്ന് പറഞ്ഞല്ല നമ്മൾ പറയുന്നത്. പക്ഷേ എൻഐഎക്ക് വിളിപ്പിച്ച് വരുത്താൻ തക്കവണ്ണം ബോധ്യപ്പെടുന്ന ചില തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ നടപടിയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഇത്തരമൊരു നീക്കത്തിലേക്ക് എൻഐഎ എത്തിപ്പെടില്ലായിരുന്നു. അരുൺ, അത് തന്നെയാണ് കാരണം. ശ്രീലാൽ പറഞ്ഞതുപോലെ ഈ പരിശോധന ഇവർക്ക് ഇതുവരെ ലഭിച്ച തെളിവുകളുടെയും മൊഴിയുടെയും മറ്റും അടിസ്ഥാനത്തിൽ ഒരുപാട് കോൺട്രഡിക്ഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സ്വപ്ന സുരേഷിന്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇവരുടെ പങ്കാളിത്തവും ബന്ധവുമൊന്നും അവർ സമ്മതിച്ചില്ലെങ്കിൽ പോലും ശക്തമായ ഡിജിറ്റൽ തെളിവുകൾ അവരുടെ പക്കൽ ഉണ്ടാവണം. ഈ 2000 TB ഡേറ്റ എന്നൊക്കെ പറയുന്നത് കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം എൻഐഎ ഇങ്ങനെ നീക്കത്തിന് പോകുന്നത്. അപ്പോൾ പഴുതടച്ചുള്ള അന്വേഷണം ഉണ്ടാകും. ചോദ്യം ചെയ്യാൻ പോകുന്നത് സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ്. സ്വാഭാവികമായും കുരുക്ക് മുറുകുകയാണ്. ഇനി പഴയതുപോലെ കാര്യങ്ങൾ അത്ര തരത്തിൽ വിശദീകരിച്ച് നിൽക്കാനാകുമോ എന്നുള്ളതാണ് പ്രസക്തം. അരുണിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇഡിക്ക് പുറമെ എൻഐഎയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു കെ.ടി. ജലീലിനെ. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് അത്. എൻഐഎയുടെ ചോദ്യം ചെയ്യൽ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാകും താനും. എന്താണ് പ്രതികരണം? ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നാണല്ലോ. മന്ത്രിക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന സംശയം നേരത്തെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ എൻഐഎയും ഇഡിയും ഒക്കെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. തീർച്ചയായിട്ടും അന്വേഷണം നടക്കട്ടെ. പക്ഷെ ഈ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നയാൾ, പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനത്തിരിക്കുന്നയാൾ, ഇനിയെങ്കിലും അദ്ദേഹത്തിന് ഈ ജനാധിപത്യത്തോട് സ്വല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ അടിയന്തരം രാജിവെക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടണം. ഈ രാജ്യത്ത് കേട്ടുകഴിവില്ലാത്ത രീതിയിൽ, ഈ സംസ്ഥാനത്ത് കേട്ടുകഴിവില്ലാത്ത രീതിയിലാണ് ചരിത്രത്തിലാദ്യമായി ഇത്തരത്തിലൊരു മന്ത്രിയെ എൻഐഎ, ദേശീയ കുറ്റാന്വേഷണ ഏജൻസി, ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. അത് ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട, ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു കേസിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ തന്നെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ സത്യത്തിൽ ജനാധിപത്യത്തിൽ മലയാളികളെ സംബന്ധിച്ച് അപമാനകരമാണ്. അതിനു മുമ്പ് ആ മന്ത്രിയെ പുറത്താക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജി ചോദിച്ച് വാങ്ങേണ്ടതുണ്ട്. ജ്യോതി, ഒരു ചോദ്യമുള്ളത്, ഇഡി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ, ജലീലിനെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ പറഞ്ഞ ന്യായീകരണം രാഹുൽ ഗാന്ധിയെ വിളിച്ചിട്ടുണ്ട്, സോണിയാഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ട്, ചിദംബരത്തെ ഇഡി ചോദ്യം ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട് എന്നുള്ള ന്യായീകരണങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ
ഇനി അത്തരം ന്യായീകരണങ്ങളൊന്നും വില പോവില്ല എന്ന് തന്നെയല്ലേ? അല്ല, ആ ഇ ഡി മറ്റ് ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുള്ള അന്വേഷണം പലപ്പോഴും കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമിച്ചിട്ടുണ്ട്. അത് വസ്തുതയാണ്. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിനെ കോൺഗ്രസ് ഖണ്ഡിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, തലത്തിലുള്ള ഇത്തരത്തിലുള്ള ഏജൻസി, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഇത്തരത്തിൽ വിളിക്കുമ്പോൾ അതിന്റെ മാനം വളരെ വലുതാണ്. ഇപ്പോൾ ഇ ഡി ചോദ്യം ചെയ്തതിനൊക്കെ അപ്പുറത്തേക്കാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ മാത്രമല്ല, ദേശസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ ഒരു മന്ത്രി കുറ്റാരോപിതനായി നിൽക്കുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് ജലീൽ ഒഴുത്തട്ടിൻ കേസിലാണ്. എന്നാൽ പിന്നെ മുഖ്യമന്ത്രിയെ കൂടി ചോദ്യം ചെയ്യേണ്ടി വരും. ഒരു സംശയവും വേണ്ട. കാരണം ജലീൽ കുറ്റം ചെയ്തിട്ടില്ല, കുറ്റം ചെയ്തു എന്ന് സംശയമുള്ളതുകൊണ്ടാണല്ലോ എന്നെ ചോദ്യം ചെയ്തത്. എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നു ജലീൽ കുറ്റം ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കൂട്ടുപ്രതിയാണോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി കൂടി ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ എങ്ങനെയാണ് പറയാൻ കഴിയുക? കുറ്റക്കാരനല്ല എന്ന് മുഖ്യമന്ത്രി എങ്ങനെ ഏകപക്ഷീയമായി പറയുന്നു? അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇങ്ങനെ ജലീലിനെ സംരക്ഷിക്കുന്നതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട്. ജലീലിനെ അടിയന്തരമായി പുറത്താക്കണം. മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങണം, അല്ലെങ്കിൽ ജലീലിനെ പുറത്താക്കണം. ശരി, ജ്യോതികുമാർ ചാമക്കാല പ്രതികരിച്ചു. ഇപ്പോൾ വി അരുൺ തുടരുന്നുണ്ട്. അരുൺ നേരത്തെ ചോദിച്ച ചോദ്യം അത് അരുൺ മറുപടി പറഞ്ഞു തുടങ്ങിയതേ ഉള്ളായിരുന്നു. ഇത്തരത്തിൽ ഗൗരവതരമായ രീതിയിലെ കാര്യങ്ങൾ മാറുമ്പോൾ ഇനി എത്ര പ്രതിരോധിക്കാൻ പറ്റും, ഇനി എങ്ങനെ ന്യായങ്ങൾ പറഞ്ഞ് ജലീലിനെ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എൻഐയുടെ ചോദ്യം ചെയ്യൽ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗൗരവതരമായ തെളിവുകൾ കിട്ടിയ സാഹചര്യത്തിലും ആകും സ്വാഭാവികമായി. തീർച്ചയായും രഞ്ജിത്ത്, അതുതന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ചോദ്യം ചെയ്യലിന് ആ സമയത്ത് സർക്കാർ സ്വീകരിച്ച അല്ലെങ്കിൽ ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ന്യായവാദങ്ങൾ കൊണ്ട് എൻഐയെ ചോദ്യം ചെയ്താൽ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലുള്ള കാരണങ്ങൾ തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതും. കെ ടി ജലീലിനെ എത്ര നാൾ സർക്കാർ സംരക്ഷിക്കും? ഇപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യമാണ്. അദ്ദേഹം തെറ്റ് ചെയ്തു ഇല്ല എന്ന കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ജലീൽ സംശയത്തിൽ എത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ജലീലിന് മേൽ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് വളരെ ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾക്കാണ്, അല്ലെങ്കിൽ സംശയകരമായ കുറ്റകൃത്യങ്ങൾക്കാണ്. അതുകൊണ്ട് സർക്കാരിന്റെ പ്രതിരോധം കൂടുതൽ ദുർബലമാകും. ഒരുപക്ഷെ സർക്കാരിനുള്ളിൽ നിന്ന് അത്തരമൊരു എതിർപ്പ് ജലീലിന്റെ പേരിൽ വരില്ലെങ്കിൽ പോലും CPM-നും ഇടതുമുന്നണി മറ്റു കക്ഷികളിൽ നിന്നും കുറച്ചുകൂടി സുതാര്യമായ നീക്കങ്ങൾ ജലീലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന അഭിപ്രായം ഉയർന്നു വരും. ഇപ്പോൾ തന്നെ പരോക്ഷമായിട്ട് പല നേതാക്കളും അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. വരും ആഴ്ചകളിലെ CPM-ന്റെയും CPI-യുടെയും ഒക്കെ നേതൃയോഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. ജലീലിനെ ഇപ്പോൾ ജലീലിനോട് പക തീർക്കുകയാണ് പ്രതിപക്ഷം എന്ന ആരോപണമാണ് പ്രധാനമായും ഒരു വാദം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതായത് ജലീലിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കേണ്ടി വരികയോ ജലീൽ രാജിവെച്ച് മാറേണ്ടി വരികയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അങ്ങനെ സാഹചര്യം ഉണ്ടായാൽ ജലീലിനെതിരെ മാത്രമല്ല ഇപ്പോൾ രണ്ടാമതൊരു മന്ത്രിക്കെതിരെ കൂടിയുള്ള ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു. അങ്ങനെ ജലീലിനെ മാത്രം മാറ്റി നിർത്താൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ രണ്ടാമത് മന്ത്രിക്കെതിരെയുള്ള ആരോപണം ശക്തിപ്പെടില്ലേ? അങ്ങനെ വരുമ്പോൾ ആ മന്ത്രിയുടെ കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടി വരില്ലേ? അതാകുമോ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്? ശ്രീലാൽ, തീർച്ചയായും സർക്കാരിന്റെ മുന്നിൽ വഴികൾ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ചും ജലീലിനെതിരെ ഇപ്പോൾ ആരോപണം ഉയരുന്നു. ജലീൽ മാറി നിൽക്കണമെന്ന അഭിപ്രായം ചില കോണുകളിലെങ്കിലും ഉയർന്നു വരുന്നു. പക്ഷേ സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത മാസങ്ങളിൽ അത്തരമൊരു മാറ്റി നിർത്തൽ എളുപ്പമല്ല. അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട ഈ CPM-മായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് അത്തരമൊരു തീരുമാനം രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ്. കാരണം സർക്കാരിനെ ജലീൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്തി NIA അന്വേഷണം പൂർത്തിയാക്കി, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണം പൂർത്തിയാക്കി ജലീലിന് അദ്ദേഹത്തിന്റെ നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചു വരാനുള്ള സമയം സർക്കാർ മുന്നില്ല. ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനം നടക്കും. മാസങ്ങൾക്കപ്പുറം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് വിശ്വസിക്കുകയാണെങ്കിൽ മാർച്ച് 10 സംസ്ഥാനത്ത് പൊതു പെരുമാറ്റച്ചട്ടം വരും. അതായത് സംസ്ഥാനം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. ആ തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് മാറും. അപ്പോൾ പിന്നെ സർക്കാരിന് പ്രതിരോധിച്ചു നിൽക്കാൻ സമയമുണ്ടായില്ല. നേരത്തെയൊക്കെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം EP ജയരാജനും പിന്നീട് AK ശശീന്ദ്രനും തോമസ് ചാണ്ടിയും ഒക്കെ രാജിവെച്ച് അവരുടെ നിരപരാധിത്വം അല്ലെങ്കിൽ സർക്കാരിന്റെ വാദം തെളിയിക്കാൻ സർക്കാരിന് വേണ്ടുവോളം സമയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു രാജി, അതും ഇത്തരത്തിൽ വളരെ ഗൗരവമായ കുറ്റകൃത്യം ആരോപിക്കപ്പെടുമ്പോൾ, സംശയമുണ്ടാകുമ്പോൾ രാജിവെച്ചാൽ അത് കൂടുതൽ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് സർക്കാർ കേന്ദ്രങ്ങളുള്ളത്. അതുകൊണ്ട് രാജി എന്ന കാര്യം ഇപ്പോൾ CPM കേന്ദ്രങ്ങളും സർക്കാരും പാടെ അവഗണിക്കുകയാണ്. പകരം ഈ ജലീലിനെതിരെയുള്ള ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ജലീലിനോട് പക വീട്ടാൻ UDF കാത്തു നിൽക്കുന്നു. BJP രാഷ്ട്രീയ അവസരമായി ഇതിനെ ഉപയോഗിക്കുന്നു. BJP-യുടെ ഇത്രയും നാൾ അന്വേഷണത്തെ, ഇന്നലെ പോലും മുഖ്യമന്ത്രി അന്വേഷണത്തെ പൂർണ്ണമായും ശരിയായ ട്രാക്കിലൂടെയാണ് അന്വേഷണം പോകുന്നതെന്ന് പറയുന്നു. പക്ഷേ മറുവശത്ത് CPM-ന്റെ പ്രതികരണം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്ത CPM
നിലപാട് മാറ്റിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെ ടി ജലീലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ അവരുടെ ആ നിലപാട് മാറ്റിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ CPM രംഗത്ത് വന്നു കഴിഞ്ഞു. ഒരുപക്ഷേ VV അരുണും N ശ്രീനാഥുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. NIA ഏതായാലും KT ജലീലിനെ ചോദ്യം ചെയ്യും എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തുവിടാനുള്ളത്. ഈ ആഴ്ച അവസാനമോ അടുത്ത ആഴ്ച ആദ്യമോ ആ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ് NIA വൃത്തങ്ങൾ നൽകുന്ന സൂചന. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. മറ്റൊരു മന്ത്രിയാരെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മന്ത്രിയുടെ പേര് തനിക്കറിയാമെങ്കിലും പുറത്തു വിടുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ജലീലിന് പാൽപ്പായസം കൊടുത്ത് അഴിമതി പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. പാൽപ്പായസം കൊടുത്തുവിട്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അഴിമതി നടത്താൻ. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി അതിശക്തമായ പോരാട്ടവുമായി UDF മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അതുപോലെ ഒരു മന്ത്രിയുടെ പേരൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ മന്ത്രി ആരാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാം, പക്ഷെ ഇപ്പം പറയുന്നില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന അപരിഹാസ്യമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. മാനസിക നിലയെക്കുറിച്ച് മുഖ്യമന്ത്രിയാണ് വേവലാതിപ്പെടേണ്ടത്. ഭീഷണിയുടെ സ്വരത്തിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണം. മുഖ്യമന്ത്രി നടത്തിയത് വെല്ലുവിളിയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ BJP തയ്യാറാണെന്നും MT രമേശ് കോഴിക്കോട്ട് പറഞ്ഞു. K. സുരേന്ദ്രന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് മുഖ്യമന്ത്രി വല്ലാതെ വേവലാതിപ്പെടേണ്ടതില്ല. അദ്ദേഹത്തിന്റെ മാനസിക നിലയെക്കുറിച്ചാണ് വേവലാതിപ്പെടേണ്ടത്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ പ്രകൃതവും കാണുന്ന ഏതൊരു മലയാളിക്കും തോന്നുക അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിൽ എന്തോ കുഴപ്പമുണ്ട് എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ടത് K. സുരേന്ദ്രന്റെ മാനസികാവസ്ഥയെക്കുറിച്ചല്ല വേവലാതിപ്പെടേണ്ടത്, സ്വന്തം മാനസികാവസ്ഥയെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് വേവലാതിപ്പെടേണ്ടത്. കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും കിടപ്പ് രോഗികൾക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ടിന് അനുമതി നൽകുന്ന ഓർഡിനൻസിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ സമയം 1 മണിക്കൂർ ദീർഘിപ്പിക്കാനും തീരുമാനമായി. VV അരുൺ ചേരുന്നു. അരുൺ, ഓർഡിനൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഡിനൻസിന് അംഗീകാരം നൽകിയിരിക്കുന്നു. എന്താണ് ഈ ഓർഡിനൻസിന്റെ വിശദാംശങ്ങൾ? അരുൺ, കേൾക്കാമോ? കൊച്ചിയിൽ അരുണിലേക്ക് വരാം. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ KSUവിന്റെ മാർച്ചിൽ നേരിയ സംഘർഷം തത്സമയം.
Hey,
താങ്കൾ എന്തെല്ലാം അന്വേഷണം ജില്ലാ പഞ്ചായത്ത്
സമരവും സംഘർഷവും ഇന്ന് സംസ്ഥാനത്തുടനീളം തുടരുകയാണ്. കൊച്ചിയിലെ ദൃശ്യങ്ങളാണ് കണ്ടത്. കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം സംസ്ഥാന തലസ്ഥാനത്തടക്കം ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലമാണ്. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ തുടരുന്നു. കൊച്ചിയിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചിലെ സംഘർഷം, പോലീസ് ലാത്തി വീശി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തേക്കും. മലപ്പുറത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. യുവമോർച്ചയുടെ മാർച്ചാണ്. പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുന്നു. ചെറിയ സംഘർഷം. തിരുവനന്തപുരത്തെ BJP മാർച്ച് കെ സുരേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്. സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, VV രാജേഷ് തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം മാർച്ചിൽ പങ്കെടുക്കുന്നു. കോഴിക്കോട്ട് മഹിളാ മോർച്ചയുടെ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്.
കാസർഗോഡ് ABVPയും മാർച്ച് നടത്തി. ദൃശ്യങ്ങളിലേക്ക്. കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. തത്സമയം സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ യുവമോർച്ച, യൂത്ത് കോൺഗ്രസ്, BJP, കോൺഗ്രസ് പ്രവർത്തകർ, മഹിളാ മോർച്ച അടക്കമുള്ള ആളുകളുടെ മാർച്ചുകളും ധർണയും പ്രതിഷേധ പ്രകടനവും നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ബാലഭാസ്കറിന്റെ പ്രോഗ്രാം മാനേജറായ പ്രകാശൻ തമ്പി, വിഷ്ണു സോമസുന്ദരം, അപകടത്തിൽ ദുരൂഹത ആരോപിച്ച കലാഭവൻ സോബി, അപകട സമയത്ത് ഒപ്പമുണ്ടായിരുന്ന അർജുൻ എന്നിവരാണ് നുണപരിശോധനയ്ക്ക് കോടതിയിൽ സമ്മതം അറിയിച്ചത്. VS അനു ചേരുന്ന വിവരങ്ങളുമായി. അനു, ഈ നുണപരിശോധന വരുന്നതോടെ അന്വേഷണ രീതിയിൽ എന്തു മാറ്റമുണ്ടാകും? രഞ്ജിത്ത്, സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ അപകടമരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CBI തിരുവനന്തപുരം യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. ഇതിനിടെയാണ് 4 പേരുടെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂണിറ്റിലെ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം CBI കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട 4 പേർ, അതായത് ബാലഭാസ്കറിന്റെ പ്രോഗ്രാം മാനേജർമാരായിരുന്ന പ്രകാശൻ തമ്പി, വിഷ്ണു സോമസുന്ദരം, കൂടാതെ അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും എന്നാൽ താനല്ല വാഹനം ഓടിച്ചതെന്ന് പറയുകയും ചെയ്ത അർജുൻ, ഇതുകൂടാതെ അപകടം നടക്കുമ്പോൾ ചിലരുടെ സാന്നിധ്യം ദുരൂഹമായി കണ്ടു എന്ന് മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയ കലാഭവൻ സോബി, ഈ 4 പേരുടെ നുണപരിശോധന നടത്തണം എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. നേരത്തെ തന്നെ സോബി നുണപരിശോധന തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ 3 പേരും കൂടെ CBI കോടതിയിൽ ഹാജരാവുകയും നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഇതോടുകൂടി 4 പേരുടെ നുണപരിശോധനയ്ക്ക് കോടതി അല്പസമയത്തിനകം ഉത്തരവിറക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ നീക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് 4 പ്രതികളുടെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള CBI കോടതിയുടെ തീരുമാനം. ശരി, K. സുരേന്ദ്രൻ സംസാരിക്കുന്നു. തത്സമയം. പ്രിയപ്പെട്ട MLA ശ്രീ ഒ രാജേന്ദ്രൻ സംസാരിക്കും. ഇവിടെ ായിട്ടുള്ള നേതാക്കന്മാരെ, അമ്മമാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനൊരു ദീർഘമായ പ്രസംഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മഴ കൊണ്ട് എല്ലാവരും ഇരിക്കുകയാണ്, എനിക്കറിയാം. അങ്ങനെ മഴ കൊണ്ട് പ്രസംഗം കേൾക്കാൻ താല്പര്യത്തോടെ ഇരിക്കുകയാണ്. പക്ഷേ ഈ സംഭവത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഒരു കാര്യം ഞാൻ മാത്രം ചൂണ്ടിക്കാണിക്കാം. ഇപ്പം കണ്ണൂർ ലോബിയാണല്ലോ തിരുവനന്തപുരം ഭരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചില കാര്യങ്ങളെ ആൾക്കാർക്ക് അറിയില്ലായിരിക്കും. ഇപ്പോൾ ഒ രാജഗോപാൽ സംസാരിക്കുകയാണ്. BJPയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ K. സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും ഒ രാജഗോപാലും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. ഉമ്മൻചാണ്ടിയുടെ സഭാ സുവർണ ജൂബിലി നാളെ. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ സംസ്ഥാന നിയമസഭാ പ്രവേശനത്തിന് നാളെ അരനൂറ്റാണ്ട്. 1970 സെപ്റ്റംബർ 17 നടന്ന തെരഞ്ഞെടുപ്പിലാണ് 27-കാരനായ ഉമ്മൻചാണ്ടി ആദ്യമായി മത്സരിക്കുന്നതും ജയിക്കുന്നതും. പുതുപ്പള്ളിയിൽ ഒരു വെല്ലുവിളി പോലും ഉയർത്താൻ എതിർപക്ഷത്തിന് സാധിക്കാത്ത വിധത്തിലായിരുന്നു പിന്നീടുള്ള ജയങ്ങൾ. പാലായിൽ KM മാണിക്ക് പല തെരഞ്ഞെടുപ്പുകളിൽ പല വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. എന്നാൽ സന്തത സഹചാരിയായിരുന്ന ചെറിയാൻ ഫിലിപ്പിനെ വരെ ഇടതുമുന്നണി എതിരെ നിർത്തിയിട്ടും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് എന്നും അനായാസമായിരുന്നു വിജയങ്ങൾ. 1970-ൽ ചരിത്രപ്രധാനമായിരുന്നു ആ വരവ്.
CPM-ന്റെ കരുത്തനായ സിറ്റിംഗ് MLA M. ജോർജിനെതിരെ മത്സരിക്കാനാണ് 27-കാരനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉമ്മൻചാണ്ടി എത്തുന്നത്. സെപ്റ്റംബർ 17 നടന്ന ആ തെരഞ്ഞെടുപ്പിൽ വിജയം 7288 വോട്ടിന്. എങ്ങനെ ഉമ്മൻചാണ്ടി ഒരു രാഷ്ട്രീയക്കാരനായി? ഞങ്ങൾ ബാലജൻ സഖ്യത്തിലുണ്ടായിരുന്ന ആ ടീം ഏറെക്കുറെ 99% നേരെ KSU ആയി. ആ ടീം തന്നെ യൂത്ത് കോൺഗ്രസ് ആയി. ആ ടീം തന്നെ പിന്നീട് കോൺഗ്രസിന്റെ അകത്തെ ലീഡർഷിപ്പിലോട്ട് വരികയും ചെയ്തു. 1962-ൽ 19-ാം വയസ്സിലാണ് ഉമ്മൻചാണ്ടി KSUവിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആകുന്നത്. പിന്നെയുള്ള പദവികളെല്ലാം AK ആന്റണിയെ പിൻപറ്റിയായിരുന്നു. ആന്റണി KSUവിന്റെ പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞാൻ ജനറൽ സെക്രട്ടറി ആകുന്നത്. ആന്റണി 3 വർഷം പ്രസിഡന്റായിരുന്നു, 3 വർഷവും ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആന്റണി മാറുന്ന സമയത്താണ് ഞാൻ KSU പ്രസിഡന്റായിട്ട് 5ാമത്തെ പ്രസിഡന്റായിട്ട് എന്നെ തിരഞ്ഞെടുക്കുന്നത്. KSU യൂത്ത് കോൺഗ്രസ് പദവികളിൽ മാത്രമല്ല മുഖ്യമന്ത്രി പദത്തിലും ആന്റണിക്ക് പിന്നാലെയാണ് ഉമ്മൻചാണ്ടി എത്തിയത്. AK ആന്റണി കഴക്കൂട്ടവും ചേർത്തലയും തിരൂരങ്ങാടിയും വരെ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിച്ചപ്പോൾ ഉമ്മൻചാണ്ടി എന്നും പുതുപ്പള്ളിക്കാരനായിരുന്നു. റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിയും തൃശൂരിൽ K. കരുണാകരനും ഒടുവിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയും വരെ തോറ്റിട്ടും പുതുപ്പള്ളി ഒരിക്കലും ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചിട്ടില്ല. അരനൂറ്റാണ്ടായിട്ടും ഉലയാത്ത അത്യപൂർവമായ രാഷ്ട്രീയ ബന്ധം. G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഇനി ജില്ലയിൽ ഇന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ നാദാപുരം ഉപകേന്ദ്രത്തിന് മന്ത്രി AK ബാലൻ ശിലാസ്ഥാപനം നടത്തി. സാംസ്കാരിക വകുപ്പ് 1 കോടി ചെലവിട്ടാണ് ഉപകേന്ദ്രം സ്ഥാപിക്കുന്നത്. ഗുരുവായൂർ അരിനല്ലൂരിലെ കുടക്കല്ലുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച അരിയന്നൂരിലെ കുടക്കല്ലുകൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ്. എന്നാൽ മതിൽ കെട്ടി വേർതിരിച്ച് ബോർഡുകൾ നാട്ടിയതല്ലാതെ കുടക്കല്ലുകൾ സംരക്ഷിക്കാൻ മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപമുണ്ട്. ഇടുക്കി വട്ടവടിയിൽ നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന് പുറത്തുള്ള കൃഷിഭൂമിയിലെ ഗ്രാൻഡിസ് മരങ്ങൾ മുറിക്കുന്നതിന് സർക്കാർ ഉത്തരവുണ്ടായിട്ടും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ് വിലങ്ങുതടിയാകുന്നു. തണ്ടപ്പേർ വെരിഫിക്കേഷൻ കഴിഞ്ഞ ഭൂമിയിലെ മരങ്ങൾ മാത്രമേ മുറിക്കാവൂ എന്ന ഉത്തരവാണ് കർഷകർക്ക് തിരിച്ചടിയായത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഗ്രാമീണ പാത നവീകരിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കള്ളാടിപ്പറ്റ ചൂരക്കോട് റോഡാണ് തകർന്നു കിടക്കുന്നത്. റോഡ് നവീകരണത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ വകയിരുത്തിയെങ്കിലും നവീകരണ പ്രവർത്തനം നടന്നില്ലെന്നും ആക്ഷേപം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.